ഇതാണ് നമ്മളെ മീൻ. എന്തായാലും പേര് പറഞ്ഞാൽ കോഴിക്കാർപ്പ്. കോഴിക്കാർപ്പോ? കോഴിക്കാർപ്പോ? കോഴിക്കാർപ്പുണ്ട്, സ്പോട്ട് ടൈൽ ഉണ്ട്, റെഡ് ടൈൽ ഉണ്ട്, സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഉണ്ട്, ആൽബിനോ ഉണ്ട്, ഗൗരാമി ഉണ്ട്, എല്ലാ അലാക്കും ഉണ്ട്. ആയിക്കോട്ടെ, എല്ലാം വേണം നമുക്ക്. ഇത് കണ്ട അജയര, ഇത് കണ്ട, ഇതാണ് മറ്റേ റെഡ് ടൈൽ കാറ്റ് ഫിഷ്. റെഡ് ടൈലിന്റെ കുട്ടിയാണത്. റെഡ് ടൈൽ കാറ്റ് ഫിഷ്. ഇത് കണ്ട ഗൗരാമി, ഇത് ഓസ്കാർ, ഗൗരാമി, പിന്നെ കോഴിക്കാർപ്പില് ജാപ്പനീസ് ഉണ്ട്, കുഹുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. എങ്ങനെയുണ്ടേ? തീറ്റ ഒന്നുമില്ല. കൈക്ക് ഇങ്ങനെ വെച്ചെടുത്ത് നോക്കി. കൈക്ക് വെച്ചെടുത്ത കൈക്ക് കയറി വരും. വരും. അത് അങ്ങനത്തെ ഐറ്റങ്ങളാണ്. ബാ, വിളിച്ച് കണ്ട വെറ്റ് നോക്കി, കണ്ട. വാവ്, അതാണ് കാത്തുക്കാണ് നിങ്ങളെ കയ്യിന്റെ ഇത് കണ്ട. അതിപ്പോ വയറ് നിറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി നിന്ന് കണ്ട് കൈക്കന്നാട് പെറുക്കി കൊണ്ടുവന്ന് തുടങ്ങും. ഇത് ഏകദേശം നിങ്ങൾ തിന്നാട്ട് കൊടുത്തില്ലേ? കാത്തുക്കാണ് നിങ്ങളെ കാത്തുക്കാണ് തീറ്റൊക്കെ വേണ്ടിട്ട്. കൊടുക്കുന്നേ തേഞ്ഞിട്ട് കൊടുക്കണ്ടേ? അതാ കാരണം മുയ്ക്കുട്ടികളുണ്ടാ സ്പോട്ടഡ് കാറ്റ് ഫിഷ് തന്നെ പറയല്. അതാ ആ വെള്ളയും കറുപ്പുള്ള പട്ടാളപ്പുഴു. പട്ടാളമുഴു. ഇത് നമ്മള് ഓസ്കാറിന്റെ കുട്ടികളാണ്. ഓസ്കാറിന്റെ കുട്ടികൾ ഇതാ അജയര. ഓസ്കാറിന്റെ കുട്ടികള് മാറ്റി വെച്ചിരിക്കാണ്. ബ്രീഡ് ചെയ്ത കുട്ടികൾ ഏകദേശം ഇനി സൈസ് ആവാണ്ട്. ഇത് ബ്ലാക്ക് ആണ്, ഫെയററ്റ് ആണ് ഇതിലുള്ളത്. ഇതിന് കുറച്ച് നന്നായിട്ട് കൊടുക്കി. കുറച്ച് ഒരു 2-3 മണി ഇട്ട് കൊടുക്കി. അവർക്ക് കൊത്തി തിന്നാനേ അങ്ങനെ ഇട്ട് കൊടുക്കുക. അഞ്ഞ് ഒരു വന്നു ഇങ്ങനെ കൊത്തി തിന്നൂര്. നോക്കോണ്ടി, നമുക്ക് ഏറെ കൊടുക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചതാണ്. കണ്ടാ, എങ്ങനെ പൊതിരും അങ്ങനെ കൊത്തി കുറച്ച് ഇങ്ങനെ വയറ്റിലാക്കും. എങ്ങനെയുണ്ട് പരിപാടി? നീ എന്താ പറയാനുള്ളത്? വളരെ നല്ലത്. ഇതൊക്കെ ഐഡിയ പോലുള്ള പരിപാടിയാ. ഇതൊക്കെ ഓരോരോ ഐഡിയാണ്. ഈ ഐഡിയ നല്ല മനസ്സിലാക്കിയാല് പക്ഷെ ഇത്ര സ്ഥലം കിട്ടണം, ഇത്ര സൗകര്യം കിട്ടണം. എന്നാലേ നമുക്ക് ഇതൊക്കെ കൊടുക്കാനും ചെയ്യാനും ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. ഇതിലിപ്പോ ഈ എയറേഷൻ വേണം. ഈ എയറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വെള്ളത്തില് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. വാള അതുപോലെ തന്നെ മീനാക്കൊന്നും എയറേഷന്റെ ആവശ്യമില്ല. കണ്ണന് അതിനൊന്നും എയറേഷന്റെ ആവശ്യമില്ല. ഇവർക്ക് അങ്ങനെയല്ല എയറേഷൻ വേണം. കൊടുക്കി റെഡ് തിലാപ്പിയ ഏതാണ്? നിങ്ങൾ അറബിയല്ല പറയണ്ട്. നിങ്ങളെ കാത്തിക്കണതേ അണ്ടോക്കി വെയിറ്റ് ചെയ്തിക്കണേ. കുറച്ചുകൂടി കൊടുക്കി. നിങ്ങൾ വരുമ്പോഴേ എന്താ പറയാ, നിങ്ങളാണ് കണ്ടു കഴിഞ്ഞാല് ഒരു ഇതേമാതിരി ഇങ്ങനെ ചുറ്റി നടക്കും. ഒരാള് തീറ്റ കൊടുത്താല് ആളെ കണ്ടാൽ പെട്ടെന്ന് ഇങ്ങനെ കൈ താത്തിട്ട് കൊടുത്താൽ മതി. കാരണം ചോല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അത് പ്രസവിക്കാനായിക്കോട്ടെ. അത് ഈ വലുത് അതെ പോണോ രണ്ടെണ്ണം ഫസ്റ്റ് കാണുമ്പോൾ ജാപ്പനീസ് പോയി പാറ്റാനായിക്കണം, ബ്രീഡിങ് ആവാനായിക്കുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുത്തിയേക്കാം. ഇഞ്ചക്ഷൻ ചെയ്യണം. കുത്തിയേക്കണം, എന്നാലോ കുട്ടി. അതാ ഒളുക. അതാണ് നിങ്ങൾ ഇതിൽ വരേണ്ടത്. പോയില്ല, വലിയ സൈസുള്ള സാധനമാണ്. നിങ്ങൾ നല്ല പിടിച്ചിക്കണോട്ടെ മീനിന്.
മറ്റു വേറെ ആര് ഞാനല്ലെങ്കിൽ വേറെ ആര് തീറ്റ കൊടുക്കുകയാണെങ്കിലും ഞാൻ കൊടുക്കുമ്പോഴും കുഴപ്പമില്ല, എന്റെ കുട്ടികൾ കൊടുക്കുമ്പോഴും കുഴപ്പമില്ല. വേറെ ആര് തീറ്റ കൊടുക്കുകയാണെങ്കിലും വരില്ല, ഇങ്ങനെ അടുത്തേക്ക് വരില്ല. അത് വിട്ടുപോയി കണ്ട് തിന്നുകണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കിക്കും. ഇതിപ്പോ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നു കണ്ടില്ലേ. ഒരു പാത്രമാണ് തീർത്തില്ലേ. ഇവർക്ക് തന്നെ കൊടുക്കണ്ടേ? ഇതോ ആ ചെറുതല്ലേ? ആ കൊടുത്തു നോക്കി. അത് ആ ചാക്കിലാക്കണു. ആ ചാക്കില് ഒരു 4-5 മണി ഇതിക്ക് ഇട്ട് കൊടുത്തു നോക്കി. കുറച്ച് മതി 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 മതി. അപ്പൊ ഒന്നാണ്ട് പൊതിർന്നു കഴിഞ്ഞാല് ഒരു കട്ട് ചെയ്യാൻ തുടങ്ങും. അത്യാവശ്യം വലുപ്പമുള്ള കുരുവാണ്. ഇങ്ങനെ കൊടുത്താൽ എന്താ അറിയോ, എല്ലാരെ വയറ്റിലെത്തും. അവണ് വിഴുങ്ങൽ തുടങ്ങും. ഭയങ്കര സൂപ്പർ സാധനമാണ്. ഇതിനു വേണ്ടിട്ട് അണ്ടക്കി അഴുങ്ങില്ലേ. ഒന്നാട് പൊതിരണം. ഇപ്പൊ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തു. നേരത്തെ ഇട്ടപ്പോ ഏകദേശം വയറ് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിനും വയറിൽ ഫുള്ളാണ്. എന്നാലും ആക്രാന്തം തീരുവില് വരുന്നത്. പെട്ടയില് കാറ്റ് ഫിഷുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന് വലുതുണ്ട്, നമ്മളാ കുളത്തിലുണ്ട്. ഏറ്റവും വലുത് ഏകദേശം ഒരു 2.5-3 കിലോ ഉണ്ടോ. അത് കഴിഞ്ഞല്ലോ കേട്ടോ. അതിന് ഇനി പിടിച്ചണം നമുക്ക്. അതിനെ നമുക്കൊന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കണം. കണ്ട ഏറ്റവും വായിക്കൊള്ളുന്ന തല്ല് കണ്ടില്ലേ, ഭയങ്കര ഫൈറ്റാണ്. ഒരു വയറ്റിലാക്കി. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? സൂപ്പറായി, വളരെ നന്നായി. അങ്ങനെ ഞാൻ തിന്നാൻ കൊടുക്കുക കുട്ടികൾക്ക്. ചെറിയ കുട്ടികൾക്ക് ചെറിയ ഐറ്റം, വലിയവർക്ക് വേറെ ഐറ്റം. എല്ലാവരും നല്ല പെട്ടെന്ന് വലുതാകട്ടെ, എന്നാലേ നമുക്ക് അറിയുമല്ലോ. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. ഈ മെനക്കെട്ടത്തിന് നിൽക്കണം. ആള് വരുമ്പോൾ കാലെടുത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ നോക്കുമ്പോൾ വേറെ പരിപാടിക്കൊന്നും പോകാനോ അധികം നിൽക്കാനോ കല്യാണ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര കാര്യങ്ങളൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളെ പൂക്കൊക്കെ വെള്ളത്തിലാവും. കുട്ടികളെ നോക്കിയാൽ കാര്യമുണ്ട്, നല്ലോണം നോക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കൽ കുറവായിട്ട് വലുതാവില്ല. എല്ലാ ഐറ്റം മീനുണ്ടല്ലോ അവിടെ. എല്ലാ ഓരോരോ ഐറ്റത്തിന് ഓരോരോ ഐറ്റം നോക്കി വെവ്വേറെ വെവ്വേറെ തിന്നാൻ കൊടുക്കണം. ശരി, നമ്മളെ കേരളത്തിൽ മാത്രമല്ല, അതിൻ്റെ അപ്പുറമുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിൽ മാത്രമൊന്നുമല്ല, പല നാട്ടിലും പോകുന്നുണ്ട്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി.